പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകുന്ന നന്മകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ചൊരിയുന്ന ഏറ്റവും വലിയ ഫലമാകുന്ന നന്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും ഇപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കും അറിയാം. ഇവിടെ വളരെ വ്യക്തമായിട്ട് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന് 38-ാം തിരുവചനത്തിൽ പറയുന്നു: നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും ഇപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ അവിടുന്ന് സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, പലതരത്തിലുള്ള പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ച അനേകം വ്യക്തികൾക്ക് ആ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം കൊടുത്ത് അവരെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന നന്മ മാത്രം ചെയ്യുന്ന ഒരു കർത്താവിനെയും വിശുദ്ധ ബൈബിളിൽ നമുക്ക് അനേകം സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ചെയ്യുന്ന ഒരു അത്ഭുതം, ആദ്യത്തെ ഒരു അത്ഭുതം പിശാച് ബാധിതനെ സൗഖ്യപ്പെടുത്തുന്നതാണ്. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ പിശാച് ബാധിതനെ സൗഖ്യമാക്കുന്നു. ഈ പിശാച് ബാധിതൻ അലറി വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യേശു ആ പിശാചിനെ ബഹിഷ്കരിച്ചപ്പോൾ, ആ പിശാച് അവനിൽ നിന്നും പുറത്തു പോയപ്പോൾ അവനെ ജനങ്ങളുടെ മുമ്പിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തിൽ അലറിക്കൊണ്ടുപോയിവെന്നും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് പിശാച് പുറത്തു പോയാൽ, സാത്താൻ പുറത്തു പോയാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല മേഖലകളിലും സൗഖ്യം കിട്ടുകയുള്ളൂ. അതായത് നമുക്ക് കാണുവാൻ സാധിക്കും, ആദിമാതാപിതാക്കൾ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ആ ദൈവകൽപ്പന ലംഘിച്ച് ജീവിച്ച ആദിമാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആദിമാതാപിതാക്കളുമായിട്ടുള്ള വലിയൊരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ സാത്താന് സാധിച്ചു. ആ പാപത്തിൻ്റെ പരിണിതഫലമായി ആ ആദിമാതാപിതാക്കളിലൂടെ മനുഷ്യവർഗം മുഴുവൻ്റെ മേലും, ഓരോ മനുഷ്യൻ്റെയും ജഡത്തിലൂടെ, ജീനിലൂടെ ആ പൈശാചിക ശക്തി തലമുറയിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനിൽ ദുശീലങ്ങളോ ദുസ്വഭാവങ്ങളോ കുടികൊള്ളുന്നുവെങ്കിൽ ഈ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദൈവം കൊടുത്തതല്ല. തഴക്കദോഷങ്ങളോ അതുപോലെ തന്നെ തിന്മപ്രവർത്തികളോ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അത് ദൈവം കൊടുത്തതല്ല. അത് ആദിമാതാപിതാക്കളിലൂടെ കൈമാറി വന്ന ആ ദുഷ്ടശക്തി ഒരു മനുഷ്യനിൽ കുടികൊള്ളുന്നത് കൊണ്ട് ആ മനുഷ്യൻ ആ തിന്മ പ്രവർത്തിക്കുന്നു. ഒരു മനുഷ്യനിൽ ഈ ദുഷ്ടശക്തി കടക്കുന്നതിൻ്റെ പരിണതഫലമായിട്ട് ഈ ദുഷ്ടശക്തിക്ക് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകളും രോഗങ്ങളും കൊടുത്ത് ആ മനുഷ്യനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പീഡിപ്പിക്കുവാൻ സാത്താൻ സാധിക്കും. ദൈവം കൂദാശകളിലൂടെ ഒരു മനുഷ്യനിൽ വന്ന് വാസമുറപ്പിക്കുന്നത് അവൻ്റെ ആത്മാവിൻ്റെ തലത്തിലാണ്, ജഡത്തിൻ്റെ തലത്തിലേക്ക് വരുന്നില്ല. ജഡം എപ്പോഴും ഈ ലോകത്തിന് അനുരൂപരായി സുഖിക്കുവാൻ വേണ്ടി, ആ ജഡത്തിനൊരു സുഖജീവിതം നയിക്കുവാൻ വേണ്ടി ജഡം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജഡം എപ്പോഴും പാപത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ ജഡത്തെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് പാപമാണ് എന്ന് പറഞ്ഞാൽ സാത്താനാണ്. ഏത് മേഖലകളും നമ്മൾ വെച്ച് ശരിക്കും ആഴമായ ദൈവാത്മാവിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ സത്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
അതുകൊണ്ടാണ് യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിലും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ ആ ശിഷ്യന്മാർക്ക് കൊടുത്ത ആദ്യത്തെ അധികാരം തന്നെ ഈ പിശാചിനെ പുറത്താക്കുവാൻ, പിശാചിനെ ബഹിഷ്കരിക്കുവാനായിട്ടുള്ള അധികാരം അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും എടുത്ത് വിളിച്ച് പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാവിധ രോഗങ്ങളും വ്യാധികളും സുഖമാക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും ദൈവവചനം പ്രഘോഷിക്കുവാനും അവർക്ക് അധികാരം കൊടുക്കുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പിശാചിനെ പുറത്താക്കിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് രോഗസൗഖ്യം കിട്ടുകയുള്ളൂ. ഇതാണ് ഈശോ ചെയ്ത നന്മ, ഏറ്റവും വലിയ നന്മ. യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ ഏതെല്ലാം വ്യക്തികൾക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ടോ, അനേകം വ്യക്തികൾക്ക് സൗഖ്യം കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് സാത്താൻ പുറത്തു പോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രോഗത്തിൻ്റെ മേഖലകളിലായാലും ശരി, സൗഖ്യം കൊടുക്കുവാൻ, നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നന്മ മാത്രം ചെയ്യുന്ന, നന്മയുടെ ഉറവിടമാകുന്ന ദൈവം അന്നും ഇന്നും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തിന്മ ചെയ്യുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. പലരെയും തിന്മകളുടെ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് പലതരത്തിലുള്ള തിന്മകളാണെന്ന് മാത്രം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് നന്മ പ്രവർത്തിച്ചുകൊണ്ട് സുവിശേഷ മേഖലയിൽ പ്രവർത്തിച്ചതുപോലെ ഈ കാലഘട്ടത്തിലുള്ള ഓരോ മക്കളിലേക്കും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിലൂടെ നന്മ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി മാറുവാനായിട്ടൊരു തീരുമാനമെടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും നന്മ ചെയ്തുകൊണ്ട് അവിടുത്തെ പിതാവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ സമൂഹത്തിലും കൂട്ടായ്മയിലും എല്ലാം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ അതിനുള്ള കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവരുടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.